വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ കോൾഡ് വാർ എറ ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ രണ്ടാമത്തെ മൈക്രോ ടോപ്പിക് ആയിട്ടുള്ള അരീനാസ് ഓഫ് കോൾഡ് വാർ ആ ഏരിയയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂറോപ്പാണ് കോൾഡ് വാർ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഏരിയ എന്ന് പറയുന്നത്. യൂറോപ്പ് ബിക്കെയിം ദ മെയിൻ അരീന ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ സൂപ്പർ പവേഴ്സ്. യൂറോപ്പിനാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഇവൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ഈസ്റ്റേൺ യൂറോപ്പിലാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്പിൽ അമേരിക്കയുടെയും അലീസുമാണ് അതിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് വരുന്നത് വെസ്റ്റേൺ യൂറോപ്പിലാണ്. ഈ രീതിയിലാണ് യൂറോപ്പ് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടത്. യൂറോപ്പ് കൂടാതെ മറ്റ് ഏരിയകളിലേക്ക് ഈ കോൾഡ് വാർ കടന്നത് രണ്ട് ഓർഗനൈസേഷൻസിനെ നമുക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം. ഒന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ സിയറ്റോ, അതുപോലെ തന്നെ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ സെൻഡോ. ഇത് മിഡിൽ ഈസ്റ്റിലേക്കും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുമുള്ള ഈ കോൾഡ് വാർ സ്പ്രെഡ് ആകുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഈ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുന്നതിൻ്റെ പിറകിൽ എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷനും സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനും. എന്താണ് സിയറ്റോ, ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ? ഇതിൽ 1954 സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മനില പാക്ട് എന്ന് പറയുന്ന പാക്ട് വഴിയാണ് ഈ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇത് ഫെബ്രുവരി 1955 ആണ് ഇത് ഫോർമലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മനില പാക്ട് സൈൻ ചെയ്യുന്നത് 1954. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാങ്കോക്കിലാണ്. ഇതിൽ 8 അംഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. സിയറ്റോ എന്ന് പറയും. സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. സോ ഇറ്റ് വാസ് ക്രിയേറ്റഡ് ടു ബ്ലോക്ക് ഫർദർ കമ്മ്യൂണിസ്റ്റ് ഗെയിൻസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. പക്ഷേ സിയറ്റോ ഈസ് ജനറലി കൺസിഡർഡ് ആസ് എ ഫെയിലിയർ. ഒരു ഫെയിലിയർ ആയിട്ടാണ് സിയറ്റോയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1977 പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഡിസോൾവ് ചെയ്യപ്പെട്ടു. ഓക്കെ, സിയറ്റോ എന്ന് പറയുന്നത് ഡിസോൾവ് ചെയ്യപ്പെട്ടു. സിയറ്റോ മാത്രമല്ല സെൻഡോയും ഒരു ഫെയിലിയർ തന്നെയായിരുന്നു. അതും പിന്നീട് ഡിസോൾവ് ചെയ്യപ്പെട്ടു. ഓക്കെ, സെൻഡോ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ 1955 ബാഗ്ദാദ് പാക്ട് വഴിയാണ് സെൻഡോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. UK, തുർക്കി, ഇറാൻ, പാകിസ്ഥാൻ, ഇറാഖ്, ഇറാഖ് ഇവരൊക്കെയാണ് ഇതിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംഗങ്ങൾ എന്ന് പറയുന്നത്. ബാഗ്ദാദ് പാക്ട് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ട്രീറ്റി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ മ്യൂച്വൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. 1955 മുതൽ 1979 വരെയാണ് ഈ ഓർഗനൈസേഷൻ നിലനിന്നത്. തുർക്കി, ഇറാൻ, പാകിസ്ഥാൻ, യുണൈറ്റഡ് കിങ്ഡം ഇവരൊക്കെയാണ് ഇതിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാഗ്ദാദിലായിരുന്നു. പക്ഷേ ഇറാഖ് ഈ അലയൻസിൽ നിന്നും 1959 വിഡ്രോ ചെയ്തു. മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിൻ്റെ ഒരു അസോസിയേറ്റ് മെമ്പർ ആവുകയും ചെയ്തു. ഓക്കെ, ഈ ഓർഗനൈസേഷനും സോവിയറ്റ് യൂണിയൻ്റെ എക്സ്പാൻഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, മിഡിൽ ഈസ്റ്റിലേക്കുള്ള എക്സ്പാൻഷൻ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു. അങ്ങനെ ഇറാഖ് ഇതിൽ നിന്നും വിഡ്രോ ചെയ്തതോടുകൂടി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്കാരയിലേക്ക് മാറി. പക്ഷേ ഈ ഓർഗനൈസേഷന് വലിയൊരു എഫക്റ്റീവ് ആയില്ല. അതുകൊണ്ട് തന്നെ 1979 ഇറാൻ വിഡ്രോ ചെയ്തു. ദെൻ സെൻഡോ ഗ്രാജ്വലി ഡിസോൾവ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് സിയറ്റോ സെൻഡോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതായിരുന്നു അവസ്ഥ. അതായത് പ്രധാനപ്പെട്ട അരീനാസ് എവിടെയൊക്കെയാണ് കോൾഡ് വാറിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത്. ദെൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഇവിടെയൊക്കെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് സിയറ്റോ സെൻഡോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ. ഈ കാലഘട്ടത്തിൽ പിന്നെ ഒരു ഇവന്റ് നടന്നത് ക്യൂബയിലാണ്. ദ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയും. കോൾഡ് വാർ ഒരു ഹോട്ട് വാറായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു ഇവൻ്റാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്. 35 ദിവസം നീണ്ടുനിന്ന ഒരു കോൺഫ്രണ്ടേഷനാണ് സോവിയറ്റ് യൂണിയനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിൽ ഉണ്ടായ ഒരു 35 ദിവസം നീണ്ടുനിന്ന കോൺഫ്രണ്ടേഷൻ. എന്താണ് ആക്ച്വലി ക്യൂബൻ മിസൈൽ ക്രൈസിസ്? It's also known as October Crisis of 1962.
1962 ഒക്ടോബറിലാണ് ഈ ക്രൈസിസ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒക്ടോബർ ക്രൈസിസ് ഓഫ് 1962 എന്നുകൂടി അറിയപ്പെടുന്നത്. ദ ക്ലോസസ്റ്റ് ദ കോൾഡ് വാർ കെയിം ടു എസ്കലേറ്റിംഗ് ഇൻ ടു ഫുൾ സ്കെയിൽ ന്യൂക്ലിയർ വാർ. ഒരു ഫുൾ സ്കെയിൽ ന്യൂക്ലിയർ വാറായിട്ട് മാറുന്നതിൻ്റെ അടുത്ത് വരെ എത്തിയ ഒരു ഇവൻ്റാണ് ഈ കോൾഡ് വാർ എന്ന് പറയുന്നത്. ലോകം മുഴുവൻ പേടിച്ച് നിൽക്കുകയാണ്. കാരണം നമുക്കറിയാലോ, മാഡ് എന്താണ്, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ ആണല്ലേ. രണ്ട് കൂട്ടർക്കും പരസ്പരം തകർക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചാൽ അത് വലിയൊരു ദുരന്തമായിരിക്കും ഉണ്ടാക്കുക. ലോകം മുഴുവൻ പേടിച്ചു നിന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ് ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ് അറ്റ് ദാറ്റ് ടൈം. ക്യൂബ സോവിയറ്റ് യൂണിയൻ്റെ ഒരു അലിയാണ്. പക്ഷേ ക്യൂബ അമേരിക്കയോടാണ് ജോഗ്രഫിക്കലി അടുത്ത് കിടക്കുന്നത്. ക്യൂബയിൽ ഒരു അമേരിക്കൻ ഇൻവേഷൻ, ആ ചെറിയ ഒരു ഐലൻഡ് നേഷനായിട്ടുള്ള ക്യൂബയെ അമേരിക്ക, ഫിഡൽ കാസ്ട്രോ ആണ് അവിടുത്തെ ലീഡർ. ആ ക്യൂബയിലേക്ക് അമേരിക്ക ഇൻവേഡ് ചെയ്യുമെന്നുള്ള ഒരു പേടി ആ സമയത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. ദ ലീഡേഴ്സ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ഫിയർഡ് ദാറ്റ് ദ അമേരിക്ക മേ ഇൻവേഡ് ക്യൂബ. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്തെ സോവിയറ്റ് യൂണിയൻ്റെ ലീഡറായിട്ടുള്ള നികിത ക്രൂസ്ചേവ് ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ്? ക്യൂബയിലേക്ക് ആരും അറിയാതെ ന്യൂക്ലിയർ മിസൈൽസ് കൊണ്ടുപോവുക, അതിനെ ഒരു റഷ്യൻ ബേസ് ആക്കി മാറ്റുക. അതായത് അമേരിക്കയോട് വളരെ അടുത്ത് കിടക്കുന്ന ക്യൂബയിൽ, ഒരു ഐലൻഡ് കൺട്രി ആയിട്ടുള്ള ക്യൂബയിൽ റഷ്യ അവരുടെ ന്യൂക്ലിയർ മിസൈൽസ് കൊണ്ടുപോയി വെച്ചു. ആരും അറിയാതെയാണ് കൊണ്ടുപോയി വെച്ചത് എങ്കിലും 1962 ഇങ്ങനെ ഹി പ്ലേസ്ഡ് ന്യൂക്ലിയർ മിസൈൽസ് ഇൻ ക്യൂബ. പക്ഷേ അത് നിങ്ങൾക്ക് കാണാം, ആ സമയത്ത് ക്യൂബയുടെ ലീഡറാണ് ഫിഡൽ കാസ്ട്രോ. അതുപോലെ തന്നെ നികിത ക്രൂസ്ചേവിനെ നമുക്ക് കാണാം. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാം. അവർ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂബയിൽ ഈ മിസൈൽസ് കണ്ടെത്തി. അതായത് സ്പൈ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂബയിൽ ഈ മിസൈൽ പ്ലേസ് ചെയ്തത് അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇതിനെതിരെ ശക്തമായിട്ട് ഒരു മറുപടി കൊടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ്, ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡി ശക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് അവര് സോവിയറ്റ് യൂണിയന്റെ ഷിപ്പുകൾ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. അമേരിക്കൻ വാർഷിപ്സ് ഇന്റർസെപ്റ്റ് എ സോവിയറ്റ് ഷിപ്പ് ഹെഡിങ് ടു ക്യൂബ. ക്യൂബയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സോവിയറ്റ് യൂണിയന്റെ ഷിപ്പ് അമേരിക്കൻ വാർഷിപ്പുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു. യാതൊരു കാരണവശാലും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അമേരിക്കയുടെ നിലപാടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊരു ഫുൾ സ്കെയിൽ ന്യൂക്ലിയർ വാറിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളെല്ലാം വളരെ പേടിയോടെ ഇതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ചർച്ചകളിലേക്ക് കടന്നു. ബിക്കോസ് ദ പ്രോസ്പെക്ട് ഓഫ് ദിസ് ക്ലാഷ് മേഡ് ദ വേൾഡ് നെർവസ്. ബിക്കോസ് ആ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി എൻ ഓർഡിനറി വാർ. ഒരു സാധാരണ യുദ്ധമായിരിക്കില്ല അത് ഒരു ന്യൂക്ലിയർ വാർ തന്നെയായിരിക്കും. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്ന നെഗോഷിയേഷൻസിന് ശേഷം അമേരിക്ക ക്യൂബ ഇൻവേഡ് ചെയ്യില്ല എന്ന് ഒരു ഡിക്ലറേഷൻ കൊണ്ടുവന്നു. ദ US publicly declared that it will not invade Cuba. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ പബ്ലിക്കലി ആ വെപ്പൺസ് ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ആ ക്യൂബൻ മിസൈൽ ക്രൈസിസ് അവസാനിച്ചത്. സോ കോൾഡ് വാറിൻ്റെ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഓഫ് 1962 എന്ന് പറയുന്നത്. അങ്ങനെ 1962 നവംബർ 20 ഇത് ഫോർമലി എൻഡ് ചെയ്തു. ഈ ബ്ലോക്കേഡ് ഫോർമലി എൻഡ് ചെയ്യപ്പെട്ടു. So the Cuban Missile Crisis was a high point of the Cold War. അതായത് കോൾഡ് വാർ ഒരു ഹോട്ട് വാർ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു ഇവന്റ് ആണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇതിൽ ഇടപെട്ടിരുന്നു കേട്ടോ. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഇവേഡ് ചെയ്യുന്നതിന് ഇടപെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ കോൾഡ് വാറിന്റെ സമയത്തുണ്ടായ വേറൊരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ബെർലിൻ വാളിന്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഡിസ്ട്രക്ഷനും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് കോൾഡ് വാറിൻ്റെ സമയത്ത്. എന്താണ് ബെർലിൻ വാർ?
നമുക്കറിയാലോ, യൂറോപ്പ് കോൾഡ് വാറിന്റെ സമയത്ത് ഈസ്റ്റേൺ യൂറോപ്പും വെസ്റ്റേൺ യൂറോപ്പുമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. ഈസ്റ്റേൺ യൂറോപ്പ് സോവിയറ്റ് യൂണിയന്റെ സപ്പോർട്ടിലും വെസ്റ്റേൺ യൂറോപ്പ് അമേരിക്കയുടെ സപ്പോർട്ടിലുമായിട്ടാണ് നിന്നിരുന്നത്. അങ്ങനെ ഇതിൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു ഭാഗം സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിലേക്കും അടുത്ത ഭാഗം അമേരിക്കയുടെ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിന്റെ കൺട്രോളിലേക്കുമാണ് വന്നത്. അങ്ങനെ വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയുമായിട്ട് ജർമ്മനി ഡിവൈഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ ആ സമയത്ത് ഇത് രണ്ട് രാജ്യങ്ങളായിട്ട് മാറി, വെസ്റ്റ് ജർമ്മനിയും ഈസ്റ്റ് ജർമ്മനിയുമായിട്ട് മാറി. ആ രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു കോൺക്രീറ്റ് ബാരിയറാണ് ബെർലിൻ വാൾ എന്നറിയപ്പെടുന്നത്. സോ ഇറ്റ് ഫിസിക്കലി ആൻഡ് ഐഡിയോളജിക്കലി ഡിവൈഡഡ് ബെർലിൻ. ഫിസിക്കലി ആൻഡ് ഐഡിയോളജിക്കലി ഡിവൈഡഡ് ബെർലിൻ 1961 മുതൽ 1989 വരെ ആണ് ഈ ബെർലിൻ വാൾ നിലനിന്നത്. 1961 അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നത്, 89 അതിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ഇറ്റ് വാസ് കമ്മൻസ്ഡ് ബൈ ദ സോവിയറ്റ് യൂണിയൻ സൈഡ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സൈഡാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈസ്റ്റ് ജർമ്മനിയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 13, 1961. ഈ ദിവസമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഈ ജർമ്മനിയിലെ ജനങ്ങൾ തന്നെ ആ ബെർലിൻ വാൾ തകർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. 1990 ജൂൺ 13 ഈ ഡിമോളിഷൻ ഒഫീഷ്യലി 1989 തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. 1989 തന്നെ അതിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ ഡിമോളിഷൻ 1990 തുടക്കം കുറിക്കുന്നത്. 1994 അത് ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്തു. 1994 കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ 1961 മുതൽ 1989 വരെയാണ് ഈ ബെർലിൻ വാളിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ദ ഫാൾ ഓഫ് ബെർലിൻ വാൾ എന്ന് പറയുന്നത് ആക്ച്വലി സിംബോളിക്കൽ ടു സോവിയറ്റ് യൂണിയൻ, USSRന്റെ തകർച്ചയുടെയും കൂടി ഒരു തുടക്കമായിരുന്നു ഈ ബെർലിൻ വാളിന്റെ തകർച്ച എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ജീവിച്ച് മടുത്ത ജനങ്ങളാണ് ആ മതില് പൊട്ടിച്ച് അപ്പുറത്തേക്ക് വന്നത്. അത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കുള്ള ഒരു തുടക്കം കൂടി ആയിരുന്നു. അധികം വൈകാതെ തന്നെ 1991 സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുകയും ചെയ്തു. 1991 സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുകയും ചെയ്തു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോൾഡ് വാർ എറ ഇൻ വേൾഡ് പൊളിറ്റിക്സിൽ ചലഞ്ചസ് ടു ബൈപോളാരിറ്റി, ദ നോൺ അലൈൻഡ് മൂവ്മെന്റ്, ദ ക്വസ്റ്റ് ഫോർ ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ എന്ന് പറയുന്നതാണ് അടുത്ത മൈക്രോ ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ എന്താണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്, എന്താണ് ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ? നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ കോൾഡ് വാറിന്റെ സമയത്ത് പുതുതായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. സാമ്പത്തികപരമായിട്ടും സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് ചലഞ്ചസ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൂപ്പർ പവറിൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സൂപ്പർ പവറിൻ്റെ അലയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഇൻഡിപെൻഡൻസ് ആ സൂപ്പർ പവറിന് അടിയറവ് വയ്ക്കുന്നത് പോലെയായി പോകും. കാരണം ആ സൂപ്പർ പവറിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഈ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു രാജ്യമാണ് എന്ന് പറയാൻ സാധിക്കില്ല ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യും? അവിടെയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വേറൊരു ആൾട്ടർനേറ്റീവിലേക്ക് പോയത്. എന്താണ്? രണ്ട് അലയൻസിലും ചേരുന്നില്ല. നോട്ട് ടു ജോയിൻ എയ്തർ അലയൻസ്. രണ്ട് അലയൻസിലേക്കും അവർ ജോയിൻ ചെയ്യുന്നില്ല. പകരം അത്തരം രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അതായത് ന്യൂലി ഡീകൊളനൈസ്ഡ് ആയിട്ടുള്ള ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ അവർ ചേർന്നിട്ട് ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്നു. അതാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. ഇതിൽ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്നത് യൂഗ്ലോസ്ലാവിയയുടെ ജോസഫ് ടിറ്റോ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൻ്റെ ഗമാൽ നാസർ, അതുപോലെ തന്നെ ഗാനയുടെ ക്വാമ നഖുംറ, അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ സുഖർണോ.
ഇവരൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്നത്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്നത്. 2 സെക്ഷനിലും അല്ലെങ്കിൽ 2 ബ്ലോക്കിലും പോയി പെടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കഷ്ടപ്പെട്ട് നേടിയ ഇൻഡിപെൻഡൻസ് നിലനിർത്തുക അല്ലെങ്കിൽ സോവറിനിറ്റി നിലനിർത്തുക. ആദ്യത്തെ നോൺ അലൈൻഡ് സമ്മിറ്റ് നടന്നത് 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ഈ ന്യൂലി ഇൻഡിപെൻഡൻ്റ് ആയ രാജ്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. കൂട്ടായ്മയാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കൂട്ടായ്മയാണ് അവരുടെ സ്ട്രെങ്ത്. സോ നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദെയർ യൂണിറ്റി. എന്നാൽ 1991 സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി നാം എന്ന് പറയുന്നതിൻ്റെ റിലവൻസ് ഇല്ലാതെയായി. കാരണം പിന്നെ ഇനി ബ്ലോക്കുകളില്ലല്ലോ, മൾട്ടിപോളാരിറ്റി മാറി യൂണിപോളറായിട്ട് ലോകം മാറുകയാണ്. അമേരിക്ക മാത്രമായിട്ട് മാറുകയാണ് സൂപ്പർ പവർ. അതുകൊണ്ട് 91 ശേഷം പിന്നീട് നാമിന് റിലവൻസ് ഇല്ലാതായിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ? അമേരിക്കയുടെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പറയും വെപ്പൺസ് ആണെന്ന് പറയും. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് അമേരിക്കയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഡോളറാണ്. ഡോളർ ലോകം മുഴുവൻ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ്. അത് അങ്ങനെ അമേരിക്കയുടെ ഒരു ഡോമിനൻസ് തന്നെയുണ്ട്. എന്നാൽ അത് കൂടാതെ ലോകത്തുള്ള പ്രധാനപ്പെട്ട സാമ്പത്തികവുമായി ബന്ധപ്പെട്ട സംഘടനകളിലൊക്കെ അമേരിക്കയുടെ കൺട്രോളാണുള്ളത്. അമേരിക്കയുടെ ലീഡർഷിപ്പിലുള്ള സംഘടനകളാണ്. ഇപ്പോൾ IMF ആയാലും ശരി, വേൾഡ് ബാങ്ക് ആയാലും ശരി ഒക്കെ. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ അമേരിക്കയുടെ കൺട്രോളിലല്ലാത്ത ഒരു ന്യൂ എക്കണോമിക് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയ രാജ്യങ്ങളൊക്കെ ശ്രമിച്ചതാണ് ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ. അമേരിക്കയുടെ കൺട്രോളിലല്ലാത്ത ഒരു ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നാം ഒരു എക്കണോമിക് പ്രഷർ ഗ്രൂപ്പായിട്ട് മാറി. ഒരു കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അമേരിക്കയുടെ കൺട്രോളിൽ കുറവുള്ള ഒരു എക്കണോമിക് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ അത് അത്രത്തോളം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയില്ല. ഗ്രാജ്വലി ദ ഇനീഷ്യേറ്റീവ് ഫെയ്ഡഡ്. ഗ്രാജ്വലി ആ ഇനീഷ്യേറ്റീവ് ഫെയ്ഡ് ആയിപ്പോയി. പ്രത്യേകിച്ച് ദ ലേറ്റ് 1980s 1980-കളുടെയൊക്കെ അവസാനമായപ്പോഴേക്കും ഈ ന്യൂ എക്കണോമിക് ഓർഡറിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് പതുക്കെ ഫെയ്ഡ് ഔട്ട് ആയിപ്പോയി. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് കോൾഡ് വാർ എറ ഇൻ വേൾഡ് പൊളിറ്റിക്സിൽ വരുന്ന ഇന്ത്യ ആൻഡ് കോൾഡ് വാർ ആണ്. കോൾഡ് വാറിൽ ഇന്ത്യയുടെ റോൾ എന്താണ്? ഇന്ത്യ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമുക്കറിയാം, ഇന്ത്യ നോൺ അലൈൻഡ് മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതിൻ്റെ അർത്ഥം ഒരു പ്രശ്നത്തിൽ ഇടപെടാതെ ഒളിച്ചോടുന്ന ഒരു സിറ്റുവേഷൻ ആണോ, അതായത് പോളിസി ഓഫ് ഫ്ലീയിങ് എവേ, ഒളിച്ചോടുന്ന ഒരു പോളിസിയാണോ ഇന്ത്യയുടേത്? ഒന്നിലും ഇടപെടാതെ അവനവൻ്റെ കാര്യം നോക്കുന്ന രീതിയാണോ? അല്ല. ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് വളരെ ആക്റ്റീവാണ്. അതായത് ഈ ആംഡ് കോൺഫ്ലിക്റ്റുകളോട് ഇന്ത്യക്ക് എതിർപ്പാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ആംഡ് ബ്ലോക്കിൽ പോയി പെടുന്നതിനോടും ഇന്ത്യക്ക് എതിർപ്പാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ അതിനെ ഇന്ത്യ ഇടപെടില്ല എന്നാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അതായത് ഇന്ത്യയുടെ സ്റ്റാൻസ് എന്ന് പറയുന്നത് നെയ്തർ നെഗറ്റീവ് നോർ പാസീവ് ആണ്. ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, പോസിറ്റീവാണ്, അതുപോലെ തന്നെ ആക്റ്റീവുമാണ്. ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. ഇന്ത്യ വാസ് ഇൻ ഫേവർ ഓഫ് ആക്റ്റീവ്ലി ഇന്റർവീനിങ് വേൾഡ് അഫയേഴ്സ് ടു സോഫൻ കോൾഡ് വാർ റൈവൽറീസ്. കോൾഡ് വാറുമായി ബന്ധപ്പെട്ട റൈവൽറീസ് ഒന്ന് മയപ്പെടുത്തുന്നതിന് ഇന്ത്യ ആക്റ്റീവായിട്ട് ഇടപെടുന്നതിന് തയ്യാറായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ പോയി പെടുന്നതിന് താല്പര്യമില്ല. അതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് പോയിന്റ് ആ സമയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഗുണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തം ഇൻട്രസ്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. മറ്റ് സൂപ്പർ പവേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ഇന്ത്യക്ക് സ്വന്തം ഇൻട്രസ്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. മാത്രമല്ല, ഇന്ത്യ വാസ് ഏബിൾ ടു ബാലൻസ് വൺ സൂപ്പർ പവർ എഗെയിൻസ്റ്റ് അതർ. അതായത് ഇന്ത്യ അമേരിക്കയുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ അല്ല, സോവിയറ്റ് യൂണിയൻ്റെ കൂടെയാണെന്ന് ചോദിച്ചാൽ അതുമല്ല. എന്നാൽ 2 കൂട്ടർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം സോവിയറ്റ് യൂണിയനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുമല്ല ഇന്ത്യ നിൽക്കുന്നത്, അതുപോലെ തന്നെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുമല്ല ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ ബുള്ളി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ക്യാൻ അപ്രോച്ച് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ ബുള്ളി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ക്യാൻ അപ്രോച്ച് USA.
സോ ഇന്ത്യ ബാലൻസ്ഡ് ബോത്ത് സൂപ്പർ പവേഴ്സ്. ഇന്നും ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ആ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ബാലൻസിങ് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധമുണ്ടായപ്പോഴും ഇന്ത്യ റഷ്യയുടെ കൂടെയുമാണ്, അതുപോലെ തന്നെ യുദ്ധത്തിനെതിരുമാണ്. റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് യുദ്ധത്തിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആക്രമിക്കുന്നതിനെതിരെ ഇന്ത്യ എതിരാണ്. പക്ഷേ റഷ്യയെ സഹായിക്കുന്നതിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കുന്നുമില്ല. യുദ്ധത്തിന് സഹായിക്കുകയല്ല, പക്ഷേ റഷ്യയുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴൊക്കെ റഷ്യയെ സഹായിക്കുന്നു, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിയെടുക്കുന്നു. അങ്ങനെയുണ്ട്. അതായത് ഉക്രൈൻ എന്ന് പറയുമ്പോൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസുമാണ്. അവരോടും ഇന്ത്യ നല്ല രീതിയിലാണ്, റഷ്യയോടും ഇന്ത്യ നല്ല രീതിയിലാണ്. അതായത് ഇന്ത്യ പണ്ട് കാലം മുതലേ ഈ ഒരു സ്റ്റാൻസാണ് ഫോളോ ചെയ്യുന്നത്. ആരുടെ കൂടെയുമല്ല, സ്വന്തമായിട്ടുള്ളൊരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്. എല്ലാവരെയും ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ നോൺ അലൈൻമെന്റ് പോളിസി അൺപ്രിൻസിപ്പിൾഡ് ആണ് എന്നുള്ള ക്രിറ്റിസിസം ഒക്കെ വന്നിരുന്നു. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള പ്രിൻസിപ്പിൾ ഒന്നുമില്ല, അവസരവാദത്തോടു കൂടി പെരുമാറുകയാണ്, എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും കൂടെ നിൽക്കുന്നു, ഒരു എന്താ പറയുക, കൃത്യമായിട്ട് ഒരു പ്രിൻസിപ്പിൾഡ് അല്ല ഇന്ത്യയുടെ സ്റ്റാൻഡ് പോയിന്റ്. ഇതൊക്കെയാണ് ക്രിറ്റിസിസം വന്നത്. മാത്രമല്ല ഇന്ത്യയുടെ ആശയങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആണ്, കോൺട്രാഡിക്ടറി പോസ്റ്ററാണ് എന്നുള്ള ക്രിറ്റിസിസം ഉണ്ട്. എന്തുകൊണ്ടാണ്? 1971 ഇന്ത്യയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തിരുന്നു. 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തിരുന്നു. 1971 USSR തമ്മിൽ 20 വർഷത്തെ ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് സൈൻ ചെയ്തു. കാരണം ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പാകിസ്ഥാനെ യു എസ് എയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, USSRമായിട്ടൊരു ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് സൈൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കമ്പാരിറ്റീവ്ലി സോവിയറ്റ് യൂണിയനോടാണ് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് ഇന്ത്യയുടെ സ്റ്റാൻഡ് പോയിന്റ് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളൊരു ക്രിറ്റിസിസവും ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇത് അൺപ്രിൻസിപ്പിൾഡ് ആണ്, ഇന്ത്യയുടെ പോളിസി നോൺ അലൈൻമെന്റ് എന്നുള്ളത് അൺപ്രിൻസിപ്പിൾഡ് ആണ് എന്നും അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നുള്ള ക്രിറ്റിസിസം ഒക്കെ ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സ്ട്രാറ്റജിക്കലി എല്ലാ വിഷയങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. വിത്ത് ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, ദ എൻഡ് ഓഫ് കോൾഡ് വാർ ഇൻ 1991, നോൺ അലൈൻഡ് മൂവ്മെന്റ് became irrelevant. Okay, it lost its relevance and effectiveness. ഇതൊക്കെയാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, തേർഡ് വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയും അമേരിക്കയുടെ അല്ലീസും ക്യാപിറ്റലിസ്റ്റ് കൺട്രീസും അവരാണ് ഫസ്റ്റ് വേൾഡ് എന്നതുകൊണ്ട് അറിയപ്പെടുന്നത്. സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ്റെ അല്ലീസും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അവരാണ് സെക്കൻഡ് വേൾഡ് എന്നറിയപ്പെടുന്നത്. ഇവരിലൊന്നും പെടാത്ത രാജ്യങ്ങളൊക്കെ നമ്മൾ തേർഡ് വേൾഡ്, മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, തേർഡ് വേൾഡ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് അടുത്ത മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് ആൻഡ് ദ കൊളാപ്സ് ഓഫ് ബൈപോളാരിറ്റി. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.